ഹായ് ഡേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കടലപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ്സാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കടലപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് വേണ്ടത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടി പിടിക്കും. അപ്പോൾ വറുത്തെടുക്കാതെയും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നാവും. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കടലപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ കട്ടകളൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പിനോളം അടുത്ത് ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 1/4 കപ്പ് തികച്ചെടുത്തിട്ടില്ല കേട്ടോ. 1/2 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 1/4 കപ്പോളം അടുത്ത് നമ്മൾ ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒട്ടും കട്ടിലില്ലാതെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ ഉള്ളൊരു പാത്രമായിട്ടോ റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിത് മറ്റേ പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ കടലപ്പൊടി വറുത്തെടുത്ത പാൻ വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കടലപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിന് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് ഇത് നന്നായിട്ട് തന്നെ വറ്റി വരണം കേട്ടോ. അപ്പോൾ ഒരു ഒറ്റ നൂൽപ്പരുവായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ കലക്കിയെടുത്ത കടലപ്പൊടി ഉണ്ടല്ലോ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇതാ അങ്ങനെ നൂൽപ്പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ. ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കടലപ്പൊടി നന്നായിട്ടൊന്ന് വേവായി വന്നതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിലോട്ട് തന്നെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ക്യാമറ ഒന്ന് ബ്ലറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കണ്ടില്ല, ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ കൊട്ടിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ 3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു പാത്രത്തിലോട്ട് കമഴ്ത്തിയിട്ട് ഇതെടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.